അയോധ്യയിലെ രാമക്ഷേത്രം പതിറ്റാണ്ടുകളായി ഇന്ത്യൻ രാഷ്ട്രീയ ഭൂപടത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട, പലപ്പോഴും സംഘർഷങ്ങൾക്ക് കാരണമായ ഒരു വിഷയം. ഇന്ന് അയോധ്യ ഒരു പുതിയ അധ്യായത്തിലാണ്. എന്നാൽ ഈ ക്ഷേത്ര നിർമ്മാണം വെറും വിശ്വാസത്തിന്റെ ഭാഗമാണോ, അതോ അതിന് പിന്നിൽ ഉത്തർപ്രദേശിലെയും കേന്ദ്രത്തിലെയും BJP സർക്കാരുകളുടെ വലിയ രാഷ്ട്രീയ അജണ്ടയുണ്ടോ? ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് തന്റെ പ്രസംഗത്തിലുടനീളം രാമക്ഷേത്രത്തെ BJPയുടെ ഭരണ നേട്ടമായാണ് ഉയർത്തിക്കാട്ടുന്നത്. പ്രഭു ശ്രീരാമന്റെ വനവാസം അവസാനിച്ചു എന്ന് അദ്ദേഹം പ്രഖ്യാപിക്കുമ്പോൾ അത് കേവലം ഒരു മതപരമായ പ്രസ്താവനയല്ല, മറിച്ച് ഒരു രാഷ്ട്രീയ പ്രഖ്യാപനമാണ്. എന്താണ് ഈ രാഷ്ട്രീയത്തിന്റെ പിന്നിൽ? 2017 മുൻപുള്ള അവസ്ഥ മോശമായിരുന്നുവെന്നും BJP സർക്കാർ അധികാരത്തിൽ വന്നതോടെയാണ് അയോധ്യയ്ക്ക് പുതിയ മുഖം കൈവന്നതെന്നും സർക്കാർ പ്രചരിപ്പിക്കുന്നു. റോഡുകൾ, വിമാനത്താവളം, വികസന പദ്ധതികൾ എന്നിവയെല്ലാം രാമക്ഷേത്രവുമായി കൂട്ടിക്കെട്ടി അയോധ്യ മോഡൽ വികസനം എന്ന് അവർ വിശേഷിപ്പിക്കുന്നു. ഇത് 2027 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വോട്ടർമാരെ സ്വാധീനിക്കാൻ സഹായിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. എന്നാൽ ഈ വികസനം സാധാരണക്കാരായ അയോധ്യ നിവാസികൾക്ക് എത്രത്തോളം ഗുണം ചെയ്തു എന്നത് മറ്റൊരു പ്രധാന ചോദ്യമാണ്. ദ വയർ ലേഖനം എടുത്തുകാട്ടുന്ന മറ്റൊരു സുപ്രധാന വിഷയം ചരിത്രപരമായ വസ്തുതകളുടെ വളച്ചൊടിക്കലാണ്. രാമക്ഷേത്ര നിർമ്മാണത്തിന്റെ ക്രെഡിറ്റ് പൂർണ്ണമായും തങ്ങളുടേതാക്കി മാറ്റാൻ കോടതിയുടെ വിധിയെ BJP തങ്ങളുടെ രാഷ്ട്രീയ വിജയമാക്കി മാറ്റുന്നു. കൂടാതെ BJP തങ്ങളുടെ ഹിന്ദുത്വ ഐക്യത്തിന്റെ ഭാഗമായി വിവിധ ചരിത്ര കഥാപാത്രങ്ങളെയും സന്ദർഭങ്ങളെയും പുനർനിർവചിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഉദാഹരണത്തിന് സുഹൽദേവ് പോലുള്ള ഐതിഹാസിക കഥാപാത്രങ്ങളെ ഉപയോഗിച്ച് ഒരു പുതിയ ചരിത്ര നിർമ്മിതി നടത്താൻ ശ്രമിക്കുന്നു. ഇതൊരു തരത്തിൽ പറഞ്ഞാൽ രാജ്യത്തെ ജനങ്ങളുടെ ചരിത്ര ബോധത്തെ തന്നെ സ്വാധീനിക്കാൻ ലക്ഷ്യമിട്ടുള്ള നീക്കങ്ങളാണ്. ഇതിനെ ഒരു പ്രതിരോധം എന്നതിലുപരി ഒരു രാഷ്ട്രീയ ഉപകരണമായി കാണേണ്ടതുണ്ട്. അയോധ്യ രാമക്ഷേത്രം വാർത്തകളിൽ നിറയുന്ന നിർമ്മാണത്തിന്റെ പേരിൽ മാത്രമല്ല, വലിയ അഴിമതി ആരോപണങ്ങളുടെ പേരിൽ കൂടിയാണ്. ക്ഷേത്രഭൂമി ഇടപാടുകളിൽ നടന്ന കോടിക്കണക്കിന് രൂപയുടെ തിരിമറികൾ വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ചു. തുടക്കത്തിൽ സർക്കാർ ഈ വിഷയത്തിൽ മൗനം പാലിച്ചു. പിന്നീട് ആരോപണങ്ങൾ ശക്തമായപ്പോൾ ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ നിയമിക്കാൻ നിർബന്ധിതരായി. ഇവിടെ രസകരമായ കാര്യം എന്തെന്നാൽ ഈ അന്വേഷണ സംഘം രൂപീകരിച്ചത് ക്ഷേത്ര ട്രസ്റ്റിന്റെ ആവശ്യപ്രകാരം എന്നാണ് സർക്കാർ അവകാശപ്പെടുന്നത്. എന്നാൽ സത്യത്തിൽ ട്രസ്റ്റ് അങ്ങനെ ഒരു ആവശ്യം ഉന്നയിച്ചിരുന്നോ എന്നത് ഇന്നും വ്യക്തമല്ല. ക്ഷേത്രത്തിലേക്ക് ലഭിക്കുന്ന സംഭാവനകളുടെ കണക്കുകൾ സുതാര്യമാണോ എന്ന ചോദ്യത്തിന് കൃത്യമായ മറുപടി നൽകുന്നതിന് പകരം ചോദ്യം ഉന്നയിക്കുന്നവരെ വികസന വിരോധികൾ എന്ന് മുദ്രകുത്തുകയാണ് ഭരണകൂടം ചെയ്യുന്നത്. അയോധ്യ രാമക്ഷേത്രം ഇന്നും വികാരങ്ങളുടെയും രാഷ്ട്രീയത്തിന്റെയും കേന്ദ്രമാണ്. ഭക്തർക്ക് അത് പ്രാർത്ഥനയുടെ ഇടമാണ്, രാഷ്ട്രീയക്കാർക്ക് അത് വോട്ടുകളുടെ ഉറവിടവും. എന്നാൽ ഇതിനിടയിൽ നഷ്ടപ്പെടുന്നത് സുതാര്യതയും യഥാർത്ഥ വികസനത്തിന്റെ കണക്കുകളുമാണ്. വിശ്വാസത്തെ രാഷ്ട്രീയവൽക്കരിക്കുന്നത് ജനാധിപത്യത്തിന് ഗുണകരമാണോ? ഈ ചോദ്യത്തിന് വരും കാലങ്ങളിൽ ഉത്തർപ്രദേശ് മറുപടി നൽകും. രാമക്ഷേത്രത്തിന്റെ പേരിൽ നടക്കുന്ന ഈ വലിയ രാഷ്ട്രീയ കളി വോട്ടർമാർ എങ്ങനെ വിലയിരുത്തുന്നു എന്നത് 2027 തിരഞ്ഞെടുപ്പിൽ നിർണായകമാകും.